Hi friends, computer and mobile tipsiലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വാട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളൊക്കെ തന്നെ നമ്മൾ പെട്ടെന്ന് അറിയാറുണ്ട്. എന്നാൽ എന്നും നമ്മൾ ഓപ്പൺ ആക്കുകയും വീഡിയോ കാണുകയും ചെയ്യുന്ന യൂട്യൂബിൽ വരുന്ന അപ്ഡേറ്റുകൾ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ അനോണിമസ് ആയിട്ട് നിന്നുകൊണ്ട് വീഡിയോകൾ കാണാൻ സാധിക്കും. അതായത് യൂട്യൂബിൽ പുതിയതായിട്ട് ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ മോഡ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇൻകോഗ്നിറ്റോ മോഡ് ആക്ടിവേറ്റ് ആക്കിയതിനു ശേഷം നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്നും എന്ത് കാര്യം സെർച്ച് ചെയ്താലും അതിൻ്റെ സെർച്ച് ഹിസ്റ്ററി സേവ് ആകത്തില്ല. ഇൻകോഗ്നിറ്റോ മോഡിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ചാനലും വരത്തില്ല. അതായത് പുതിയ ഒരു യൂട്യൂബ് നിങ്ങൾക്ക് ഇൻകോഗ്നിറ്റോ മോഡിൽ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും ഇൻകോഗ്നിറ്റോ മോഡിൽ സേവ് ആവുകയില്ല. അപ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇൻകോഗ്നിറ്റോ മോഡ് ആക്ടിവേറ്റ് ആകുന്നതാണ്. ആക്ടിവേറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തികച്ചും ഫ്രഷ് ആയിട്ടുള്ള ഒരു യൂട്യൂബാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളെ ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം പുതിയ ഒരു യൂട്യൂബാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആകത്തില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇൻകോഗ്നിറ്റോ മോഡിൽ നിന്നും പഴയ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം ടേൺ ഓഫ് ഇൻകോഗ്നിറ്റോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻകോഗ്നിറ്റോ മോഡിൽ നിന്ന് നിങ്ങൾ പഴയ യൂട്യൂബിൻ്റെ ആ ഒരു ഫീച്ചറിലേക്ക് പോകുന്നതാണ്. യൂട്യൂബിൽ വന്ന വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കുറച്ച് ദിവസമായി യൂട്യൂബിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ട് നിങ്ങൾ ഈ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. യൂട്യൂബിൻ്റെ ഈ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കൊരു ലൈക്കും ഉറപ്പാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.